പരിപ്പ് കറി റെഡി ആയിക്കൊണ്ടിരിക്കണു. ചോറ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കുക്കിങ് 2-3 ദിവസമായിട്ട് ഇവിടെ. അപ്പോൾ അവരുടെ അമ്പലമാണ് സെറ്റപ്പും കളിക്കണം ഇവിടെ കേട്ടോ. സൈക്കിളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് സെറ്റായി. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് പരിപ്പ് കറി റെഡി, അച്ചാറ്, ചെമ്മീൻ പൊടി ഇതൊക്കെ ഇട്ടിട്ട് ചോറ് പടയ്ക്കാൻ പോവാട്ടാ. നമ്മളത് ഉണ്ടാക്കിയോണ്ടേ നല്ല ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കടികളെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പം എൻ്റെ മുഖത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ലേ. താടി ഒന്നൊന്നല്ല, കുറച്ച് നിറ വ്യത്യാസം വന്നിട്ടുണ്ടാവും. കൈയൊക്കെ വെളുത്തു. സംഭവം വെച്ച് കഴിഞ്ഞാൽ 4 ദിവസമായിട്ട് യാത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കിടന്ന അമ്പലത്തിൽ തന്നെ. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ പേരുകളൊക്കെ ഒരു വെറൈറ്റി പേരുകളാണ്. സംഘഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഗോവയിൽ തന്നെയാണ്. ഗോവ കർണാടക മഹാരാഷ്ട്ര ബോർഡറിൻ്റെ അടുത്താണ്, ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ പുഴയിൽ 3-4 ദിവസം കിട്ടുന്നതുകൊണ്ട് കുളിച്ച് നേരത്തെ ഹീറ്റൊക്കെ മാറ്റി കൂളാക്കി. ഇനി ഹീറ്റിലേക്ക് പോകാമല്ലോ നമുക്ക്. അപ്പോൾ ഇതെവിടേക്കാണ് നമ്മൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് എല്ലാം സെറ്റാക്കി പല മൊബൈലും പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കി ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഞാൻ കിടന്ന സ്ഥലമൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. എന്തായാലും ഏതെങ്കിലും അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് എന്താണെന്നറിയില്ല, തന്നെ നിന്ന് പോകാൻ അങ്ങോട്ട്. ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോൾ 4 ദിവസം ഇവിടെ സെറ്റായി. ഇനിയപ്പോൾ പോകും തോറും എന്താ സംഭവം എന്നറിയില്ല. ചിലപ്പോൾ എത്ര ദൂരം ഒന്ന് പോകുന്നോ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. എന്തെങ്കിലും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് സൈക്കിളിലേക്ക് വെച്ച് കിടന്നത് 4 ദിവസത്തോളം ഇവിടെയാണ് കിടന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റാണ്. ബയ്യാണ് നമുക്ക് കരിമ്പ് ജ്യൂസൊക്കെ തരാറ് കേട്ടോ. ഇവിടെ അടിപൊളി പെട്രോൾ പമ്പും കാര്യമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇത് അമ്പലത്തിൻ്റെ സ്ഥലം തന്നെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ക്ലബ്ബും കാര്യമൊക്കെയാണ് ഇവിടെ. ഇതാണ് അമ്പലം കാര്യങ്ങളൊക്കെ. ഇത് കൃഷ്ണൻ്റെയാണ്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ സെറ്റായി. ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങാണ്. ഇതാണ്ട സംഘഹള്ളി ഗോവ, ഇതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ കടികളെ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരാഴ്ച നിന്നോടത്തുനിന്ന് ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ബെൽഗാവി വഴി മഹാരാഷ്ട്രയ്ക്ക് പോയോണ്ടിരിക്കാം. ഇതിപ്പോൾ എന്താ ടെസ്റ്റ് എന്ന് വെച്ചാലേ, നമ്മൾ കർണാടക കഴിഞ്ഞിട്ട് ഗോവയിലേക്ക് വന്നേ. ഇനി വീണ്ടും ഗോവയിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നിട്ട് കർണാടകയിൽ നിന്ന് വേണം മഹാരാഷ്ട്രയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു, എന്തായാലും അങ്ങനെ ആവട്ടെ, കാരണം റൂട്ട് അങ്ങനെ പോണതേ. അപ്പം ഇനി ഏകദേശം ഇവിടെ നിന്നൊരു 77 കിലോമീറ്റർ ഉണ്ട് ബെൽഗാവിലേക്ക്, കർണാടകയിലേക്ക്. അപ്പം എന്തായാലും കർണാടക എത്തിയിട്ട് അവിടെ നിന്ന് നേരെ മഹാരാഷ്ട്ര ബോർഡർ കിടക്കാം. അപ്പോൾ വീണ്ടും ബോർഡർ താണ്ടറാണ്, എന്താ ഉണ്ടാകുക അറിയില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഞാനേ പറഞ്ഞ വഴിക്ക് സ്ഥലത്ത് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബെല്ലേ ഇവിടെ ബെല്ലേ ആ നിന്നെ കാണണമെന്ന് പറഞ്ഞേ. അപ്പം ശരി.